ഹലോ, നമസ്കാരം. ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നൊരു വിഭവം ചെമ്മീൻ ഫ്രൈ ആണ്. പ്രോൺസ് ഫ്രൈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു പക്ഷേ അറിയുന്നതായിരിക്കാം ഇതിൻ്റെ റെസിപ്പി. എങ്കിലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നത് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസിനെയും പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെമ്മീനാണ്. ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്തുള്ള എല്ലാ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ നാടകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ഒരു ലെമണിൻ്റെ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇത് കൊറിയാണ്ടർ പൗഡർ 1 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടിയത്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്തിരിക്കുന്ന പ്രോൺസിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലയുടെ പൊടികളും, അതായത് കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിക്കുക, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ, ക്യൂമിൻ പൗഡർ, ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. കൊറിയാണ്ടർ പൗഡർ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഉപ്പിൻ്റെ പാകത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് മാറ്റി കൊടുക്കാം. അതേപോലെ എരിവിൻ്റെ അളവും. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ കൂട്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി അരിഞ്ഞു വെച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ള നമ്മുടെ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് ഫ്രൈ ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്നതിൽ ശകലം ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയും മസാലയും എല്ലാം കൂടി ഒരു നല്ല മണവും ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത്, കൈകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ മസാലകളൊക്കെ പിടിച്ചു വരണം. ഉപ്പും പുളിയും എല്ലാം ഈ പ്രോൺസിലേക്ക് ഇറങ്ങി വരാനായിട്ടാണ് ലെമൺ ജ്യൂസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ടെൻഡറായി കിട്ടും നമുക്ക് പ്രോൺസ്. അപ്പം നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേഷൻ കൊടുക്കാം. അപ്പം നമ്മുടെ അരമണിക്കൂർ മാരിനേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെമ്മീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള അടുപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ഫ്രൈങ് പാൻ എടുത്ത് വയ്ക്കാം. നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം. നന്നായി ചൂടായി വരട്ടെ. എടുത്തു വെച്ചിരിക്കുന്ന പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി വരട്ടെ, വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. ചെറു തീയിലിട്ടിട്ട് വേവിക്കാൻ നോക്കുക, കരിഞ്ഞു പോവാതിരിക്കാൻ. മസാല കരിഞ്ഞു പോവും. അത് ഒഴിവാക്കാനായിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ ഈ മസാല എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. കറിവേപ്പില, അതേപോലെ മല്ലിയില ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കുമ്പം എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ അത് അവോയ്ഡ് ചെയ്തു. നിങ്ങൾക്കതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റുമാണ്, പ്രത്യേക ഫ്ലേവറുമാണ്. കറിവേപ്പില ഇടാം, മല്ലിയില ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ പ്രോൺസ് എല്ലാം തന്നെ ഞാൻ ഏകദേശമൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ തീ ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചേക്കുവാണ്. എന്നിട്ടിത് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോരോ സൈഡും ഒരു 3 മിനിറ്റ് വീതമെങ്കിലും ചെറു തീയിലിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. ഏറ്റവും മിനിമം 3 മിനിറ്റ്സ് എങ്കിലും നമ്മളിതിട്ട് വേവിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പ്രോൺസ് വേവിക്കാൻ വെച്ചിട്ട്. അപ്പം നമുക്ക് ഓരോരോ പ്രോൺസ് ആയിട്ട് എടുത്ത് മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തന്നെ തിരിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കൂടെ നമുക്കൊരു 3 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് പ്രോൺസിനെ ചെറുതീയിൽ ഫ്രൈ ചെയ്യാനായിട്ട് വിടാം. എന്തായാലും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരുപാട് മൊരിഞ്ഞ് വരേണ്ട കാര്യമില്ല. ഒരു 3-4 മിനിറ്റ് ഓരോരോ സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ പ്രോൺസ് ഫ്രൈ റെഡിയായി കഴിയുമ്പം നമുക്ക് ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഇതേ അളവ് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രോൺസ് ഫ്രൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എരിവൊക്കെ കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. നമ്മുടെ പ്രോൺസ് ഫ്രൈ ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു പ്രോൺസ് ഫ്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.